സ്ട്രക്ചറും കാര്യങ്ങളായിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഒരു നോർമൽ 4 BHK ബെഡ്റൂമിൻ്റെ പ്ലാനാണ് നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വീടുകളുടെ ഡിസൈനെ പറ്റി സംസാരിക്കുകയും അത് നമ്മുടെ സ്ട്രക്ചർ വർക്കിനെ പറ്റിയിട്ടും ഡ്രസ് വർക്കിനെ പറ്റിയിട്ടും പറയുകയും അപ്പോൾ അതൊക്കെ കൂടി കണ്ടിട്ട് അവരെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് ഇത് വീട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോർട്ട്യാർഡ് ഏരിയ ചെയ്തിട്ടുള്ളത് 4 സൈഡിൽ നിന്നും വിസിബിൾ ആവുന്ന ഒരു രീതിയിലാണ്. നമുക്ക് അപ്പർ ലിവിംഗും 2 ബെഡ്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കോർട്ട്യാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസൈഡിലേക്ക് റെയിൻ വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പോണ്ട് ഉണ്ട്, ഈ പോണ്ടിനകത്ത് കൂടി വെള്ളം ഔട്ട് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഫ്രഷ് എയറും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വീട്ടിനകത്ത് കൂടി ആക്സസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിൽ ഒരു തീം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്രീനിഷ് ആയിട്ടുള്ള തീമാണ് അതിൽ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ലാമിനേറ്റ്സ്, അതുപോലെ കംഫർട്ട്, അതുപോലെയുള്ള ഫ്രെയിം വർക്കുകൾ, ഇതിലെല്ലാം അതേ എലമെൻറ്റ് തന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ തന്നെ, ആ കളർ പാറ്റേൺ തന്നെ ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കസ്റ്റമറുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു മോഡേൺ സ്റ്റൈലുള്ള വീടായിരുന്നു അവരുടെ കൺസെപ്റ്റ്. പക്ഷെ അപ്പോൾ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് വന്ന സമയത്ത് അവർക്ക് അപ്പോഴും മോഡേൺ ടച്ചിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമും കിച്ചണും മോഡേൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയും ബാക്കിയുള്ള മുകളിലുള്ള 2 ബെഡ്റൂമുകളും നമ്മൾ കറക്റ്റായിട്ട് ഈ എക്സ്റ്റീരിയറിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗം പ്രെയർ ഏരിയ ആയിട്ടാണ് അത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ താഴെ ഭാഗം നമ്മുടെ തലയിൽ തട്ടുന്ന ഒരു വിഷയം ഇവിടെ ഉദിക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗം മാത്രം കുറച്ച് താഴ്ത്തിയിട്ട് വൃത്തിയായിട്ട് ഹൈറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫർണിച്ചർ ഫിനിഷും ഒക്കെ ആഷ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് കയറി വരുന്ന സ്ഥലത്ത് നമുക്കൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെറുതെ അവോയ്ഡ് ചെയ്തുന്ന ഒരു ഏരിയ ആണിത്.
ആ ഏരിയ നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മെസനൈൻ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ഇവിടെ. അത് ഈ ബെഡ്റൂമിൽ നമ്മളൊരു ഏരിയ ഹട്ട് മോഡലായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ഹട്ട് ഏരിയയിൽ നമ്മളൊരു TV യൂണിറ്റും കാര്യങ്ങളും തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് ഔട്ട് സൈഡിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ആക്സസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി. നമ്മൾ അതിൻ്റെ മനോഹാരിത പറയാതിരിക്കാൻ ഇതിൽ സാധിക്കില്ല. കാരണം നമ്മളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിക്കും വിസിബിളായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഗ്ലാസ് വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ വീടിനകത്ത് പകല് ശരിക്കും നാച്ചുറൽ ലൈറ്റ് തന്നെ നമ്മുടെ വീട്ടിനകത്ത് കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിലുള്ള ഗ്ലാസ് വർക്കിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്.